കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊഡ്യൂൾ 1-ലെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ 6ാമത്തെ പാർട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി 5 പാർട്ട് ക്ലാസ്സുകളും നിങ്ങൾ ശരിക്കും കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് പാർട്ട് 6 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്ലാസ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റോണിനെ കുറിച്ചാണ്, സ്റ്റോണിൻ്റെ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം മെയിൻ ക്ലാസിഫിക്കേഷൻസ് ആയിട്ടുള്ള സ്റ്റോണിനെ നമ്മൾ തിരിച്ചിട്ടുള്ളത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന രീതിയിലാണ്. അതിൽ തന്നെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ വീണ്ടും 3ആയി തിരിച്ചിട്ടുണ്ട്: ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ്, മെറ്റമോർഫിക് റോക്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇഗ്നിയസ് റോക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ 2ാമത്തെ കാറ്റഗറിയായ സെഡിമെൻ്ററി റോക്സിനെ കുറിച്ചാണ് പറയുന്നത്. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ 2ാമത്തെ ക്ലാസിഫിക്കേഷനായ സെഡിമെൻ്ററി റോക്സ്. സെഡിമെൻ്ററി റോക്സ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സെഡിമെൻ്റ് ചെയ്തിട്ടുണ്ടാകുന്ന റോക്കിനെയാണ് സെഡിമെൻ്ററി റോക്സ് എന്ന് പറഞ്ഞത്, അല്ലേ? അതായത് പാരൻ്റ് റോക്കിൽ നിന്ന്, എവിടെ നിന്നാണോ ഒരു പാരൻ്റ് റോക്ക്, അതായത് വലിയ റോക്ക്, ആ റോക്കിൽ നിന്ന് വെതറിങ് ആക്ഷൻ മൂലം പൊട്ടിപ്പൊളിഞ്ഞു വരുന്ന, അല്ലെങ്കിൽ വെതറിങ് മൂലമോ അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു വരുന്ന, വെതറിങ് ആക്ഷൻ മൂലം പൊട്ടിപ്പൊളിഞ്ഞു വരുന്ന റോക്കിൻ്റെ പാർട്ടിക്കിൾസ് നാച്ചുറൽ ഏജൻസീസ് ആയിട്ടുള്ള വിൻഡ്, റെയിൻ, വാട്ടർ ഫോളിങ് അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് മാറ്റപ്പെട്ടിട്ട് അവിടെ വേറെ സ്ഥലത്ത് ചെന്നിട്ട് ഡെപ്പോസിറ്റായിട്ട് രൂപപ്പെടുന്ന റോക്കിനെയാണ് നമ്മൾ സെഡിമെൻ്ററി റോക്ക് എന്ന് പറയാം. ഒരു പാരൻ്റ് റോക്കിൽ നിന്നും വെതറിങ് ആക്ഷൻ മൂലം ഉണ്ടാകുന്ന പാർട്ടിക്കിൾസ് നാച്ചുറൽ ഏജൻസീസ് ആയിട്ടുള്ള റെയിൻ, വാട്ടർ, വിൻഡ് തുടങ്ങിയ പോലെയുള്ള നാച്ചുറൽ ഏജൻസ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ട് മറ്റൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാകുന്ന റോക്കിനെയാണ് സെഡിമെൻ്ററി റോക്ക് എന്ന് പറയാം. These rocks are formed due to deposition of weathered particles of igneous rock. igneous rock ഒരു ഉദാഹരണം പറഞ്ഞാണ്. ചിലപ്പോൾ ഇഗ്നിയസ് റോക്ക് ആവാം, അല്ലെങ്കിൽ മറ്റൊരു സെഡിമെൻ്ററി റോക്ക് എന്നാവാം, അല്ലെങ്കിൽ ഒരു മെറ്റമോർഫിക് റോക്ക് എന്നാവാം. ഏതെങ്കിലും ഒരു പാരൻ്റ് റോക്കിൽ നിന്നും വെതറിങ് ആക്ഷൻ മൂലം പൊട്ടിപ്പൊളിഞ്ഞുണ്ടാകുന്ന പാർട്ടിക്കിൾസ് നാച്ചുറൽ ഏജൻസീസ് ആയിട്ടുള്ള വിൻഡ്, റെയിൻ, വാട്ടർ തുടങ്ങിയവ മൂലം ക്യാരി ചെയ്യപ്പെട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാകുന്ന റോക്കിനെയാണ് സെഡിമെൻ്ററി റോക്ക് എന്ന് പറയാം. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് ഏകദേശമൊക്കെ രൂപം കിട്ടും. പാരൻ്റ് റോക്കിൽ നിന്നും വെതറിങ്ങും ഇറോഷനൊക്കെ കാരണം പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നു, എന്നിട്ട് മറ്റു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന റോക്സിനാണ് നമ്മൾ പറയുന്നത് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയാം. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള റോക്സ്, അല്ലേ? പല ലെയറുകളിലായിട്ട്, പല കളറുകളിലായിട്ട് രൂപപ്പെട്ടിട്ടുള്ള വലിയ റോക്സ്. ഇതെങ്ങനെ ഉണ്ടാകുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന, പല സമയങ്ങളിൽ നിന്ന് വരുന്ന റോക്കിൻ്റെ പാർട്ടിക്കിൾസ് ഒരു സ്ഥലത്ത് അടിഞ്ഞുകൂടി ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള റോക്ക്. അങ്ങനെ പല കാലങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ടും, പല കാലങ്ങളായി വരുന്നതുകൊണ്ടും, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ടുമാണ് ഈ ഓരോ ലെയറിനും വ്യത്യസ്തമായ നിറങ്ങളും വ്യത്യസ്തമായ ഷേപ്പുകളും വ്യത്യസ്തമായ ഗ്രെയിൻസൊക്കെ ഉണ്ടാകാൻ കാരണം. അത് സൂചിപ്പിക്കുന്നത് പല കാലങ്ങളിലായിട്ടാണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തതെന്നുള്ളതാണ്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് അങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് കംപ്രസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടാകുന്ന അത്തരത്തിലുണ്ടായ ഫോം ചെയ്യപ്പെട്ട റോക്കിനെ പറയുന്ന പേരാണ് സെഡിമെൻ്ററി റോക്ക് എന്ന്. അതിന് എക്സാമ്പിൾസ്, ഫസ്റ്റ് എക്സാമ്പിൾ ഷെയിൽ ആണ്. ഇതാണ് ഷെയിൽ. ഷെയിൽ ഒരു ലെയറിലായിട്ടാണ് നമുക്ക് കിട്ടുക, കാരണം അത് പല കാലങ്ങളിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വന്നതാണ്. രണ്ടാമത് സാൻഡ് സ്റ്റോൺ ആണ്. ഇതാണ് സാൻഡ് സ്റ്റോണ്. സാൻഡ് സ്റ്റോണിൻ്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ നമുക്കറിയാം പല കളറുകളിൽ, പല ലെയറുകളായിട്ട് കിടക്കുന്നത്. അതിന് കാരണം അത് തന്നെയാണ്, അത് പല സമയങ്ങളിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വന്നതാണ്. ലൈം സ്റ്റോണ്. ഇത്തരത്തിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഉദാഹരണങ്ങൾ. ബാക്കി കുറച്ചും കൂടി എക്സാമ്പിൾസ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം.
ഇനി നമുക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നോക്കാം. ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്. സെഡിമെന്ററി റോക്ക് ഉണ്ടാകുന്ന രീതി നമ്മൾ പറഞ്ഞു. പാരന്റ് റോക്കിൽ നിന്നും വെതേർഡ് ആക്ഷൻ മൂലം പാർട്ടിക്കിൾസ് വേർപെട്ടിട്ട് അവിടുന്ന് മൂവ് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് സെഡിമെന്ററി റോക്ക് ഉണ്ടാകുക. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒരു 3-4 ടൈപ്പിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. ഒന്നാമത്തത് റെസിഡ്യുവൽ ഡെപ്പോസിറ്റ്സ്, രണ്ടാമത്തത് സെഡിമെന്ററി ഡെപ്പോസിറ്റ്സ്, മൂന്നാമത്തത് കെമിക്കൽ ഡെപ്പോസിറ്റ്സ്, നാലാമത്തത് ഓർഗാനിക് ഡെപ്പോസിറ്റ്സ്. ഫസ്റ്റ് നമുക്ക് റെസിഡ്യുവൽ ഡെപ്പോസിറ്റ് എന്താ നോക്കാം. റെസിഡ്യുവൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാരന്റ് റോക്കിൽ നിന്ന് വെതേർഡ് ആക്ഷൻ മൂലം ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നുണ്ട്, പാർട്ടിക്കിൾസ് വേർപെട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വേർപെട്ട് വരുന്ന പാർട്ടിക്കിൾസിൽ ഈ ഫൈനായിട്ടുള്ള വെതേർഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, അവിടെ നിന്ന് മൂവ് ചെയ്യും. എന്നാലോ കോഴ്സ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അതിനടുത്ത് തന്നെ സെറ്റായിട്ട് ലെയറായി മാറും ചെയ്യും. അതിന് പറയുന്ന പേരാണ് റെസിഡ്യുവൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇതാണ് റെസിഡ്യുവൽ ഡെപ്പോസിറ്റ്സ്. അപ്പം പാരന്റ് റോക്കിൽ നിന്നും വേർപെട്ട് വരുന്ന റോക്സ് ഫൈനായിട്ടുള്ള പാർട്ടിക്കിൾസ് അവിടെ നിന്ന് മൂവ് ചെയ്ത് പോവുകയും കോഴ്സ് ആയിട്ട് വരുന്ന പാർട്ടിക്കിൾസ് അതിനടുത്ത് തന്നെ അതിൻ്റെ ആ ഒറിജിൻ എവിടെ നിന്നാണ് ഉണ്ടായത് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ആയിട്ട് അതൊരു റോക്കായിട്ട് സെഡിമെൻ്റ് റോക്കായിട്ട് മാറുകയും ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് റെസിഡ്യുവൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാം, നമ്മളെ നാട്ടിലേക്ക് മഴ പെയ്യുന്ന സമയത്ത് ഈ വെള്ളം ഒലിച്ചു വരുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കളർ നമ്മൾ കാണാറുണ്ട്. എന്താണ്, എവിടെയാണോ മഴ പെയ്ത് വരുന്നത് അവിടുത്തെ ആ മണ്ണിൻ്റെ കളറായിരിക്കും ആ വെള്ളത്തിനുണ്ടാവുക. കാരണം എന്താണ്, അതിൽ ഫൈൻ പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യും, ആ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും, എന്നിട്ട് അങ്ങനെ ഒഴുകി പോകുന്നു. അതാണ് ഫൈൻ പാർട്ടിക്കിൾസ് ഒക്കെ അവിടുന്ന് പോവും. അതുപോലെ തന്നെ വലിയ വലിയ കല്ലുകളൊക്കെ അവിടെ ഉണ്ടാകുന്ന കുറച്ചൊക്കെ വലിയ കല്ലുകളൊക്കെ എന്ത് ചെയ്യും, അവിടെ തന്നെ കിടക്കും അല്ലേ, എന്നിട്ട് കാലങ്ങളായി അവിടെ മറ്റു കല്ലായിട്ട് രൂപപ്പെടും, വർഷങ്ങളെടുക്കും കേട്ടോ. അതിനെയാണ് റെസിഡ്യുവൽ ഡെപ്പോസിറ്റ് എന്ന് പറയുക. കാരണം പാരന്റ് റോക്കിനടുത്ത് തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് സെഡിമെന്ററി റോക്കായി മാറുന്നതിനാണ് റെസിഡ്യുവൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറയാം. പാരന്റ് റോക്കിൻ്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ എവിടെയാണോ ഈ പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത് ആ പാർട്ടിക്കിൾസ് ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ മറ്റൊരു സെഡിമെന്ററി റോക്കായി മാറുന്നതിനാണ് ആ ഒരു ഡെപ്പോസിറ്റിന് പറഞ്ഞ പേരാണ് റെസിഡ്യുവൽ ഡെപ്പോസിറ്റ്സ്. നെക്സ്റ്റ് സെഡിമെന്ററി റോക്ക് ഡെപ്പോസിറ്റ്സ്. സെഡിമെന്ററി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ പേര് തന്നെ അറിയാം, വേറെ ചെന്നിട്ട് അടിഞ്ഞുകൂടി ഉണ്ടാകുന്നത്. കറക്റ്റാണ്. പാരന്റ് റോക്കിൽ നിന്ന് പൊട്ടിപ്പൊളിഞ്ഞ് വന്നിട്ടുള്ള ഈ റോക്സ് ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഈ വെതേർഡ് ഏജൻസീസ് വഴി റെയിൻ അല്ലെങ്കിൽ വാട്ടർ മൂലം അവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്ത് ചെന്നിട്ട് ഇതേപോലെ ലെയറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകുന്നതിനാണ് സെഡിമെന്ററി ഡെപ്പോസിറ്റ്സ് എന്ന് പറയാം. അതിൽ നിന്ന് സൊല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞാൽ അതിൽ അലിഞ്ഞു ചേരുന്ന സാധനങ്ങളൊക്കെ ഒലിച്ച് അങ്ങനെ എവിടേക്കോ പോകും. പക്ഷേ സൊല്യൂബിൾ ചെയ്യാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ചില ഈ വെള്ളമൊക്കെ ഒഴുകി വരുന്ന സമയത്ത് അതിൽ കല്ലൊക്കെ ഒഴുകി വരുന്നുണ്ടല്ലേ. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ മഴ പെയ്യുന്ന സമയമാണ്, നമ്മുടെ കേരളത്തിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിലേക്ക് ചുറ്റുഭാഗത്തു നിന്നുള്ള വെള്ളങ്ങളൊക്കെ ഒലിച്ചു വരും. ആ വെള്ളം പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കുന്നതാണ് വലിയ വലിയ മണ്ണുകളാണ്, മൺകൂനകളായിട്ട് കിടക്കും അല്ലേ. നമുക്ക് വാഹനങ്ങൾ ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ വന്നിട്ട് അത് നമ്മൾ പിന്നീട് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് അത് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ റിമൂവ് ചെയ്യാത്ത സ്ഥലമാണെങ്കിലോ കാലങ്ങളായിട്ട് വരുന്ന ഈ വലിയ വലിയ കല്ലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മണ്ണുകളൊക്കെ പാർട്ടിക്കിൾസൊക്കെ പാരന്റ് റോക്കിൽ നിന്ന് വരുന്ന പാർട്ടിക്കിൾസ് മറ്റൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ലെയറായിട്ട് അടിഞ്ഞുകൂടുന്നതിനാണ് നമ്മൾ സെഡിമെന്ററി ഡെപ്പോസിറ്റ്സ് എന്ന് പറയാം. നേരത്തെ റെസിഡ്യുവൽ ഡെപ്പോസിറ്റ്സ് പറഞ്ഞത് എന്താണ്, റോക്ക് എവിടെയാണ് പാരന്റ് റോക്ക് ആ പാരന്റ് റോക്കിൻ്റെ അടുത്ത് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകുന്നതാണ് റെസിഡ്യുവൽ ഡെപ്പോസിറ്റ് എന്ന് പറയാം. സെഡിമെന്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പാരന്റ് റോക്കിൽ നിന്നും മൂവ് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്ത് ലെയർ ബൈ ലെയറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് സെഡിമെന്ററി ഡെപ്പോസിറ്റ് എന്ന് പറയാം. ഇത് കെമിക്കൽ ഡെപ്പോസിറ്റ്സ്. കെമിക്കൽ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവുന്നത് ഫിസിയോ കെമിക്കൽ പ്രോസസ്സ് വഴിയാണ്. അതായത് ഇവാപ്പറേഷൻ, പ്രസിപ്പിറ്റേഷൻ, സുനാമി, ആസിഡ് റെയിൻ, അങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡെപ്പോസിറ്റാണ് നമ്മൾ കെമിക്കൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഈ ആസിഡ് റെയിൻ ഒക്കെ മൂലം അല്ലെങ്കിൽ നമുക്ക് ഒരു ഉദാഹരണം സുനാമിൻ്റെ കേസ് എടുക്കാം. ഒരു
ഇവിടെ ഒരു സീ ഉണ്ട്. ആ സീയിൽ സുനാമി വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സുനാമി മൂലം ആ വെള്ളം മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നു. അപ്പോൾ അതിൽ കുറേ ഉപ്പ് കാര്യങ്ങൾ, ഒരുപാട് ലവണങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? എന്നിട്ട് ഈ രണ്ടാമത് എത്തിയ സ്ഥലത്ത് നിന്ന് അവിടെ നിന്നുണ്ടാകുന്ന ആ വാട്ടറെല്ലാം ഇവാപ്പറേറ്റ് പോയി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ആദ്യം വന്ന ഒറിജിനായിട്ട് വന്ന ആ സീയിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനിൽ നിന്ന് വന്നിട്ടുള്ള ആ വാട്ടറിൽ ഉണ്ടായിട്ടുള്ള കെമിക്കൽ കണ്ടൻസ് എല്ലാം അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് മറ്റൊരു തിക്കായിട്ടുള്ള ഒരു ലെയർ ഫോം ചെയ്യും. അതിനെയാണ് കെമിക്കൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുക. ഓക്കെ, മനസ്സിലായില്ലേ? സുനാമിയോ മറ്റു കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് വാട്ടർ, അവിടുത്തെ കെമിക്കൽ കണ്ടന്റ് അടക്കം മാസ് എമൗണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് എത്തപ്പെടുന്നു. അവിടെ എത്തിയിട്ട് ഇവാപ്പറേഷനോ പ്രസിപ്പിറ്റേഷൻ കാരണം ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ട്, വാട്ടറെല്ലാം ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ട് അവിടെ ബാക്കിയുള്ള പാർട്ടിക്കിൾസ്, കെമിക്കൽ പാർട്ടിക്കിൾസ് എല്ലാം അവിടെ അടിഞ്ഞു കൂടുന്ന ആ ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് കെമിക്കൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് ഓർഗാനിക് ഡെപ്പോസിറ്റ്സ്. അതായത് ഈ ഓർഗാനിസം ഏജൻസി വഴി ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ ഈ കുറേ വെജിറ്റബിൾ പാർട്ടിക്കിൾസ്, അതുപോലെ തന്നെ ഹ്യൂമൻ വേസ്റ്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ പല ജീവജാലങ്ങളുടെ വേസ്റ്റ്സ്, ഇവയൊക്കെ എന്ത് ചെയ്യും? അതിൻ്റെ കാലം കഴിഞ്ഞാൽ, അതിൻ്റെ ജീവൻ പോയാൽ അത് അടിഞ്ഞുകൂടും. അവിടെ കിടന്നിട്ട് അതെന്ത് ചെയ്യും? ബാക്ടീരിയ മൂലം അതിന് ഒരു എന്താ പറയുക, ഓർഗാനിക് ആയിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കും. അതായത് നമ്മൾ കേടുന്ന് പോവാന്ന് പറയും അല്ലേ, അലിഞ്ഞു പോവാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള അസ്ഥികൾ, മറ്റു കാര്യങ്ങൾ മാത്രം അവിടെ ബാക്കിയാവും. കാരണം ഒരു ജീവി അവിടെ ചത്തു കിടക്കുകയാണെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം അത് മണ്ണായി മാറും. അപ്പോൾ അതിൻ്റെ അസ്ഥികളൊക്കെ അവിടെ തന്നെ കിടക്കും. ഇങ്ങനെയാണ് ഫോസിലുകൾ രൂപപ്പെടുന്ന ഈ ഒരു സിസ്റ്റം. ഇങ്ങനത്തെ ഈ ഒരു ഓർഗാനിസംസ് അത് ബാക്ടീരിയ മൂലം, അല്ലെങ്കിൽ വെജിറ്റബിൾ പാർട്സിൻ്റെയൊക്കെ ഈ ഡെപ്പോസിറ്റ്സിന്, അങ്ങനെ ഉണ്ടാകുന്ന ഡെപ്പോസിറ്റ്സിനെ പറഞ്ഞ പേരാണ് ഓർഗാനിക് ഡെപ്പോസിറ്റ്സ്. ഡെപ്പോസിറ്റ്സ് ത്രൂ ഏജൻസി ഓഫ് ഓർഗാനിസംസ്. അപ്പം നമ്മൾ വേസ്റ്റുകൾ കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബാക്ടീരിയ മൂലം മറ്റൊരു രൂപത്തിലേക്ക് മാറി മറ്റൊരു മണ്ണായി മാറുന്ന ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സിനെ പറയുന്ന പേരാണ് ഓർഗാനിക് ഡെപ്പോസിറ്റ്സ്. അത് അവിടുന്ന് മണ്ണ് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതല്ല, പക്ഷേ അവിടെ മറ്റു ചില സാധനങ്ങൾ, ഫോറിൻ ബോഡീസ് വന്നിട്ട് അവിടെ അടിഞ്ഞുകൂടി ബാക്ടീരിയ മൂലം മറ്റു സോയിലായി മാറുന്ന ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ് ഓർഗാനിക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 4 ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഉള്ളത്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്? ഏതൊക്കെയാണുള്ളത്? ഒന്ന് റെസിഡ്യൂവൽ ഡെപ്പോസിറ്റ്സ്, രണ്ടാമത്തത് സെഡിമെന്ററി ഡെപ്പോസിറ്റ്സ്, മൂന്നാമത്തത് കെമിക്കൽ ഡെപ്പോസിറ്റ്സ്, നാലാമത്തത് ഓർഗാനിക് ഡെപ്പോസിറ്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെഡിമെന്ററി റോക്കിൽ പഠിക്കാൻ പോകുന്നത്, പഠിക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്, അടുത്ത വീഡിയോയിൽ പാർട്ട് 7 അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.